അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കമ്മനഹള്ളിയിലാണ്. ശരിക്കും നമ്മൾ കമ്മനഹള്ളിയിൽ വെറുതെ ചുമ്മാ നമ്മൾ രാത്രി വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഇറങ്ങിയാണ്. അപ്പോൾ ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം തന്നെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാൺ നഗറിലെ KFC പോയിട്ട് ഒരു നമ്മുടെ നോർമൽ 99 ബർഗറും ഒരു പീസ് ചിക്കനും കഴിച്ചു. എന്നിട്ടിങ്ങനെ വെറുതെ കറങ്ങി നടക്കുകയാണ്. ഇപ്പോൾ കഴിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ. സമയം ഇപ്പം 11:15, കറക്റ്റ് 11:15 നമ്മൾ മാപ്പ് ഇട്ടേക്കുന്നത് ജസ്റ്റ് നമുക്ക് വഴി തെറ്റിപ്പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റൂട്ട് ഇട്ട് വെച്ചാൽ, അതായത് ഇന്ദ്രാനഗർ ഏരിയ അങ്ങനെ ഒരു റൂട്ട് ഇങ്ങനെ മാപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇപ്പം ഞാനാണെങ്കിൽ KFC കയറിയപ്പോണ്ട് 1 പീസ് ചിക്കനും ഒരു ക്രിസ്പി ബർഗറും ഒരു പെപ്സിയാണ് പറഞ്ഞത്. പക്ഷേ ഒരു പെപ്സി ആണെങ്കിൽ ബില്ല് ചെയ്യാൻ മറന്നുപോയി. പിന്നെ ഞാനും ചോദിക്കാനൊന്നും നിന്നില്ല. പിന്നെ നമുക്ക് 7 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഞാൻ അതിൻ്റെ കാര്യം മറന്നു. 7 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് സാധനം കിട്ടുന്നതെങ്കിൽ നമുക്ക് ഒരു പീസ് ചിക്കൻ എക്സ്ട്രാ കിട്ടും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതും ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പം വയറിനൊരു എന്തോ പോലെ. അപ്പോൾ എന്തായാലും ഒരു പെപ്സിയോ എന്തെങ്കിലും ഗ്യാസുള്ള എന്തെങ്കിലും ഒരു സംഭവം കുടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ കട തപ്പി നോക്കുകയാണിപ്പോൾ. നമുക്ക് അപ്പുറേ സൈഡിലൊരു കട കാണുന്നുണ്ട്. അവിടെ മറ്റേ ചെറിയ 20 ബോട്ടിൽ പെപ്സിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങി കുടിക്കാം. 7 അപ്പ് 20 rupees 7 അപ്പ്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബനസ്വാടി മെമു ഷെഡാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് തന്നെയാണ് മറ്റേ SMVT റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഞാൻ സംഭവം കാണിച്ചു തരാം. ഒരു ദിവസം അവിടെ പോയി വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. കാരണം അത് ഇത്തിരി ഒരു എന്താ പറയുക, എയർപോർട്ടൊക്കെ പോലെ ഹൈടെക്കായിട്ട് പണിഞ്ഞേക്കുന്നൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ SMVT. ഇത് അവിടെ ബോർഡ് കാണുന്നുണ്ട്, ശ്രീ M വിശ്വേശ്വരായ ടെർമിനൽ ബാംഗ്ലൂർ എന്നും പറഞ്ഞിട്ട്. ഇത് കണ്ടില്ല, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് SMVT ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഒരു ദിവസം ഇതിനുള്ളിൽ പോയിട്ട് എന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ഹൈ സെറ്റപ്പാണ്. എയർപോർട്ടിനുള്ളിലൊക്കെ കയറുന്ന പോലെ ഹൈ സെറ്റപ്പിലാണ് ഇത് സംഭവം പണിഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഉള്ളിൽ പോയിട്ട് ഫുള്ള് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഫുള്ള് ഗ്ലാസ് ഫ്രെയിമാണ് പുറത്ത് മൊത്തം. അപ്പോൾ നമ്മുടെ അതേ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഒരു പബ്ബല്ല, അത് ശരിക്കൊരു ബ്രീവറിയാണ്. അതായത് ടോയ്ട്ട് എന്നാണ് പേര്. അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊക്കെ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരം അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ അവർ ബിയർ ഉണ്ടാക്കി അവിടെ തന്നെ സെയിൽ ചെയ്യുന്ന അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ മിഡ് നൈറ്റ് 1 മണി വരെയൊക്കെ ഓപ്പൺ ആയിരിക്കും. ഈ ഒരു ഏരിയയിലൂടെയൊക്കെ ശരിക്കും പോകുമ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചി ലൈഫൊക്കെ ഓർമ്മ വരും. കാരണം അവിടെ നമ്മൾ നൈറ്റ് ആ പനമ്പള്ളി ഏരിയയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വൈബായിരിക്കും. നല്ല ബ്രാൻഡഡായിട്ട് നല്ല ഭംഗിയുള്ള ഷോപ്സ്, 2 സൈഡിലും ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു വൈബാണ് ഈ ഏരിയയിലൊക്കെ കിട്ടുന്നത്. ബാംഗ്ലൂരിൽ ഇതുപോലെ അധികം അങ്ങനെയല്ല, കുറച്ച് ഏരിയകളൊക്കെ നമുക്ക് ആ ഒരു കൊച്ചിയായിട്ട് സാമ്യപ്പെടുത്താൻ പറ്റിയ രീതിയിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ചൊരു ഏരിയകൾ അങ്ങനെ ഉണ്ട്. ഇന്ദ്രാനഗറാണെങ്കിൽ കുറേ പബ്ബും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയൊക്കെ തന്നെയാണ്. പക്ഷേ പെട്ടെന്ന് ഒരു എന്താ പറയുക, രാത്രി ഒരു 9-10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് സൈലൻ്റ്. കോറമംഗലമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12:30-1 മണിയാകുമ്പോഴൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ ഇന്ദ്രാനഗർ അങ്ങനെയല്ല, ഭയങ്കര ഒരു കാമായിട്ടുള്ള ഏരിയ ആണ്. ഇപ്പോൾ തന്നെ നമുക്ക് 2 സൈഡ് നോക്കിയാൽ തന്നെ അറിയാം, ഒരുപാട് ഷോപ്സൊക്കെ അടച്ച് ഇട്ടേക്കാണ്. അപ്പം ഓൾറെഡി അവിടെ നമുക്ക് ആ ടോയ്ട്ട് ഓപ്പൺ ആയിരുന്നു, അത് പബ്ബാണ്. ഈ പബ്ബ് പോലുള്ള സംഭവങ്ങളൊക്കെ മിഡ് നൈറ്റ് 1 മണി വരെ ഓപ്പൺ ആണ്. പക്ഷേ നമ്മൾ കോറമംഗലം കാണുന്ന പോലൊന്നുമല്ല, ഭയങ്കര കാമായിട്ടുള്ളൊരു സംഭവമാണിത്. നമ്മുടെ റൈറ്റ് സൈഡിൽ അവിടെ ഒരു ലോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പബ്ബാണ്. അവിടെയും കണ്ടോ തിരക്കെന്ന് പറഞ്ഞ സംഭവമില്ല. പക്ഷേ നമ്മൾ കോറമംഗലമൊക്കെ പോകുകയാണെങ്കിൽ ഭയങ്കര തിരക്കാണ്. നമ്മളപ്പോഴാണെങ്കിൽ ഇന്ദ്രാനഗറിൻ്റെ ആ ഒരു എൻഡ് ഏരിയ എത്തിയിട്ടുണ്ട്. അതായത് ഇത്തിരിയുടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ദോംലൂർ ഫ്ലൈ ഓവറാണ്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. കാരണം എന്താ റൂട്ട് നമുക്കറിയത്തില്ല.
അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇവിടെ കാണും വണ്ടി നിർത്തിയിട്ട് നമുക്കിനി ചർച്ച് സ്ട്രീറ്റ് ഏരിയ മാപ്പ് ഇട്ടിട്ട് ആ ഒരു റൂട്ടിലോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ചർച്ച് സ്ട്രീറ്റിക്ക് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നാണെങ്കിൽ 3 റൂട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നേരെ പോകാം, ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകാം, അങ്ങനെ 3 രീതിയിൽ പോകാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് യൂ ടേൺ അടിച്ച് നമ്മൾ വന്ന വഴി തന്നെ വന്ന് ആ പബ്ബുള്ള ഏരിയയൊക്കെ ഉള്ളതെന്ന് നോക്കിയിട്ട് അതുവഴി തന്നെ തിരിച്ച് ചർച്ച് സ്ട്രീറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും മാപ്പ് റീറൂട്ടായി അങ്ങോട്ടുള്ള വഴി എന്തായാലും കാണിച്ചോളൂ, അതുകൊണ്ട് പിന്നെ സീനില്ല, വഴി തെറ്റുമെന്നൊരു പേടിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന വഴി തന്നെ വന്നു. ഇപ്പോൾ ഇന്ദിരാനഗർ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ സംഭവം പബ്ബൊക്കെ ഇപ്പോഴും ഓപ്പണാണ്, പക്ഷേ ഭയങ്കര സൈലൻ്റാണ്, ആൾക്കാരും തിരക്കൊന്നുമില്ല. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്, എന്നിട്ട് പോലും ആളില്ല. സാധാരണ ഞാൻ എപ്പോൾ ഇന്ദിരാനഗർ ഏരിയ വന്നാലും ഇതേ ഒരു സിറ്റുവേഷൻ, ഏത് ദിവസം വന്നാലും ഏത് സമയത്ത് വന്നാലും ഒരു 9 മണി വരെയൊക്കെ അത്യാവശ്യം തിരക്കുണ്ടാവും. പക്ഷേ എന്നാലും അത്ര നമ്മൾ ചർച്ച് സ്ട്രീറ്റോ കോറമംഗലോ കാണുന്ന പോലെ അങ്ങനെ റഷും കാര്യങ്ങളും ഉള്ള ഒരു ഏരിയ അല്ല.